ഭരണാധികാരി തന്റെ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സ്വന്തം അമ്മാനച്ചനെ ആശുപത്രിയിൽ കാണാൻ പോകുന്ന ഈ മുഖ്യമന്ത്രിയിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്നതാണ് കേരളത്തിന്റെ പ്രശ്നം. പിന്നെ ഇടിമണിക്കൽ ജ്വല്ലറി, എല്ലാവരും കല്യാണത്തിന് വരണം കേട്ടോ, ഇതാണ് പ്രചരണം. നാടമുറിക്കാനുള്ള തിരക്കിലാണ് വി.ഡി. സതീശൻ. ജ്വല്ലറിയുടെ ഉദ്ഘാടനം, ഷോപ്പിംഗ് മാളുകളുടെ ഉദ്ഘാടനം, സ്വന്തം ഭാര്യാപിതാവിന്റെ ആരോഗ്യ സുഖവിവരങ്ങൾ അന്വേഷിക്കൽ, സുഹൃത്തുക്കൾ ഒരുക്കുന്ന വിരുന്നിൽ പോയി മൂക്കുമുട്ട ഭക്ഷണം കഴിക്കൽ, ഇതാണോ മിസ്റ്റർ മുഖ്യമന്ത്രി നിങ്ങൾ കേരളത്തോട് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ നാടിന്റെ നേതൃത്വമല്ലേ, പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നയാളല്ലേ? നിങ്ങളെയല്ലേ കേരളത്തിലെ ജനങ്ങൾ, കോൺഗ്രസ് പ്രത്യേകിച്ച് ലീഗിന്റെ ആളുകൾ സമരത്തോട് സമരം. പടനയിച്ചവൻ നാട് ഭരിക്കട്ടെ, പടനയിച്ചവൻ നാട് ഭരിക്കട്ടെ. തെരുവോരങ്ങളിൽ വി.ഡി. സതീശന് വേണ്ടിയുള്ള മുറവിളി മുഖ്യമന്ത്രിയാക്കാൻ, മുഖ്യമന്ത്രിക്ക് വേണ്ടി മൂന്നാലാളുടെ വടംവലി അറിയാലോ നമുക്ക്. ആ വടംവലിയുടെ മുന്നിൽ കേരളം കണ്ട കാഴ്ച, കോൺഗ്രസുകാരെ തെരുവിലിറക്കി, ലീഗുകാരെ തെരുവിലിറക്കി. മുഖ്യമന്ത്രിയാവേണ്ടത് വി.ഡി. സതീശനാവണമെന്നും പടനയിച്ചവനാവട്ടെ നാട് ഭരിക്കേണ്ടതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കസേരയിൽ കയറിയ മിസ്റ്റർ വി.ഡി. സതീശൻ, താങ്കളുടെ സമീപനം എന്താ? പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല. ഈ നാടിന്റെ പ്രളയക്കെടുതിയിൽ നാട് വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോ ഉല്ലാസയാത്ര നടത്തുന്ന നിങ്ങളുടെ ഈ രീതികൾ കേരളം പുച്ഛത്തോടു കൂടിയേ കാണുള്ളൂ. അപമാനിക്കപ്പെടുന്ന കേരളത്തിൽ നാളിതുവരെയില്ലാത്തൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾ ചരിത്രത്തിന്റെ താളുകളിൽ ഏറ്റവും മോശപ്പെട്ട ആളെ മാറും. നിങ്ങൾ ഈ നിലയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടി വരും. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പും വന്ന ശേഷവും ഞങ്ങൾ ലൈഫ് ഇല്ലാതാക്കുന്നതാണ് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? എന്താ, 6 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കിയ മാതൃകാപരമായ പ്രവർത്തനം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് നിർത്തിവെക്കും. നിർത്തി. ലൈഫ് പദ്ധതിയില്ല, വിദ്യാഭ്യാസ മേഖലയിൽ പദ്ധതികളില്ല, ആരോഗ്യ മേഖലയിൽ നാം ഉയർത്തിപ്പിടിച്ച ആരോഗ്യ പരിരക്ഷാ പദ്ധതി തകർത്തെറിഞ്ഞു. എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകാപരമായി നടപ്പിലാക്കിയ പദ്ധതികളെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? സ്വകാര്യ ആശുപത്രികൾക്ക് സഹായം ഉണ്ടാക്കി കൊടുക്കുന്നു. സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് കുട്ടികളെ കൊടുക്കാൻ ആവശ്യമായ നിലയിൽ പൊതുവിദ്യാലയങ്ങളെ തകർക്കുന്നു. ഈ പാവപ്പെട്ട മനുഷ്യന് വീടെന്നവന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ആ പദ്ധതിയെ തുരങ്കം വെക്കുന്നു. അങ്ങനെ കേരളത്തെ ഇരുട്ടിലേക്ക് തള്ളിവിടാനുള്ള ഈ തീരുമാനം മാത്രമല്ല, പാവങ്ങളായ സ്ത്രീകൾക്ക് കൊടുത്ത 32 ലക്ഷത്തോളം വരുന്ന പാവങ്ങൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ കൊടുത്ത പദ്ധതി, അതിനെയും ഇല്ലായ്മ ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താണ് കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനം? എന്താണ് നിങ്ങളുടെ ബദൽ എന്ന് പറയുന്നത്? സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിലേക്ക് ആശുപത്രികളെയും വിദ്യാലയങ്ങളെയും കൊണ്ടെത്തിക്കുക എന്ന അച്ചാരം വാങ്ങിയുള്ള ഏർപ്പാടാണെങ്കിൽ ശക്തമായി